ക്രൂശിത രക്ഷക വിമോചന. ശ്രദ്ധിക്കണേ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാനും നിങ്ങളും എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ യേശുവിനെ നമ്മുടെ ഉദരത്തിൽ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഞാനും നിങ്ങളും ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് അവരെൻ്റെ വേദനകളിലേക്ക് ഇറങ്ങാൻ, അവരെൻ്റെ കണ്ണുനീരിലേക്ക് ഇറങ്ങാൻ, അവരെൻ്റെ നിസ്സഹായാവസ്ഥയിലേക്ക് ഇറങ്ങാൻ, അവരൻ കടന്നു പോകുന്ന അവരെൻ്റെ ഭാരത്തെ അവൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരഭിഷേകം നമ്മളിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് വിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. വിശുദ്ധ കുർബാന അൾത്താരയിൽ മാത്രമല്ലോ, അത് ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത്. എൻ്റെ ജീവിതത്തിലാണ് ബലി പൂർത്തീകരിക്കപ്പെടേണ്ടത്. എൻ്റെ അനുദിന ജീവിത നിമിഷങ്ങളിലാണ് ഈ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നത്. ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേദനിക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരു അപ്പനുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ ഒന്നും വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുമില്ല. വിശുദ്ധ കുർബാനയാണ് സ്വീകരിച്ചതെന്നുള്ള യഥാർത്ഥ ബോധത്തോടുമല്ല വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്നത്. കാരണം യേശുവിന്റെ സാന്നിധ്യം നിന്നെ നിറഞ്ഞാൽ അവന്റെ മനോഭാവം നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും. യേശുവിന്റെ സാന്നിധ്യം നിന്നെ നിറയുമ്പോൾ യേശുവിന്റെ മനോഭാവം നിന്നിൽ നിറയാൻ തുടങ്ങും. പരിശുദ്ധമ്മയിൽ യേശുവിന്റെ സാന്നിധ്യം നിറഞ്ഞപ്പോൾ യേശുവിന്റെ മനോഭാവം നിറഞ്ഞു. എന്താണ്? യേശു തന്റെ വേദനകൾക്കും അപ്പുറം അവരന്റെ വേദനകളെ കാണാൻ പഠിച്ചു. അതുകൊണ്ടാണല്ലോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ, ശ്രദ്ധിക്കണേ, ജെറുസലേമിലേക്കുള്ള യാത്ര, ലൂക്കാസ് സുവിശേഷകൻ ആ ഗലീലയിൽ നിന്ന് നസ്രത്തിലേക്ക് ജെറുസലേമിലേക്കുള്ള യാത്രയായിട്ടാണ് യേശുവിന്റെ ജീവിതത്തെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ജെറുസലേമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് തന്റെ പീഡാസഹനത്തിലേക്കും കുരിശുമരണത്തിലേക്കും സഹനത്തിന്റെ ആ പാരമ്യത്തിലേക്കുള്ള യാത്രയാണ് ജെറുസലേമിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ യേശു തന്റെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിൽ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ കടന്നു പോകുമ്പോഴും ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നപ്പോ യേശു മോളിലേക്ക് നോക്കി, സക്കേവൂസ് നീ ഇറങ്ങി വാ. അത്രയും മനം നൊന്ത് ഭാരപ്പെട്ട് കടന്നു പോകുമ്പോഴും ഇതാ മരത്തിന്റെ മുകളിൽ തന്നെ കാണാൻ ആഗ്രഹിച്ച്, തന്നെ സ്നേഹിക്കാൻ ആഗ്രഹിച്ച്, തന്നെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു ഒരുവൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ ഹൃദയം അവരനിലേക്ക് ഒഴുകിയിറങ്ങിയ സമയമാണത്. മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോ കാൽവരി കുരിശിൽ കിടക്കുക. ഒരു വ്യക്തിക്ക് സഹിക്കാവുന്ന അങ്ങേറ്റം സഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സ്വന്തം സഹനത്തിന്റെ പാരമ്യത്തിന്റെ നടുവിലും യേശു കൺമുമ്പിൽ നിൽക്കുന്നവരെ നോക്കി ഈശോയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കി. ഇവരുടെ പാപമാണ് ഇതാ എന്നെ കുരിശിൽ തറച്ചത്. അപ്പനോട് പറഞ്ഞു, അപ്പാ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. നോക്കിക്കേ, യേശു അവരുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിച്ചത്. ഹല്ലേലൂയ. ഈശോ സ്വന്തം ഭാഗത്ത് നിന്നല്ല ചിന്തിച്ച്. അങ്ങനെ ചിന്തിച്ചതെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച യേശു കടന്നു പോകുന്ന ഒരു സഹനത്തിൽ നമുക്ക് ആർക്കാ ക്ഷമിക്കാൻ പറ്റുന്നേ? യേശു കടന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ ദുഃഖത്തിൽ ആർക്ക് പൊറുക്കാൻ പറ്റും, വിട്ടുകൊടുക്കാൻ പറ്റും? പറ്റില്ല. പക്ഷെ യേശു അപരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി യേശു ചിന്തിച്ചതാണ്, പിതാവായ ദൈവം ചിന്തിച്ചതാണ് സ്വന്തം പുത്രനെ കാൽവരി കുരിശോളം വിട്ടുകൊടുത്തത്. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവിനെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും നമ്മൾ ഇറങ്ങുകയാണ് അപരന്റെ വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക്. അപരനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു ഹൃദയത്തിന്റെ വിശാലത നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഈ ക്രിസ്തു നമ്മിൽ രൂപപ്പെടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു, പ്രസവ വേദന അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനോഭാവങ്ങൾ നമ്മളിൽ രൂപപ്പെടണം. കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. നിന്റെ ചിന്തകളും നിന്റെ കണ്ണുകളും നിന്റെ മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളും തമ്പുരാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത കർത്താവിലേക്ക്. പല കാര്യങ്ങളും നിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. പല വിഷയങ്ങൾ ഇങ്ങനെ നിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നുണ്ടാകാം.
പലതും നിന്റെ ജീവിതത്തിൻ്റെ ഭാരമാകാം, സങ്കടമാകാം. നീ കടന്നു പോകുന്ന ഇന്നിൻ്റെ അതികഠിനമായ ദുഃഖവും വേദനയും രോഗമൊക്കെ ആകാം. അതെല്ലാം കാണുന്നൊരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ആ കർത്താവിങ്കിലേക്ക് നോക്കിക്കേ. ദൈവമേ, നീ എന്നെ അറിയുന്നവനാണല്ലോ. ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നവനാണല്ലോ. ഈശോയെ, എൻ്റെ ചെറിയ സങ്കടങ്ങൾ പോലും അറിയുന്നവനാണല്ലോ നീ. എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും മാനിക്കുന്നവനാണല്ലോ നീ. അങ്ങനെ ഒരു ദൈവം ഇയാൾ ധാരയിലുണ്ടല്ലോ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, മനസ്സ് തുറന്ന് ഈശോയെ വിളിക്കാം. ദൈവമേന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും വിളിച്ച്, തമ്പുരാനേന്നൊന്ന് വിളിച്ച്, ഈശോയെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, എല്ലാ സ്തുതിക്കും മഹിമയ്ക്കും യോഗ്യനായവനെ, എല്ലാ മഹത്വത്തിനും യോഗ്യനായവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞേ. കൂപ്പുകരങ്ങളോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ കണ്ണു തുറന്ന് എൽത്താരയിലേക്ക് നോക്കാം. ഇതാ നീതിസൂരനായ കർത്താവ് നമ്മുടെ മുമ്പിൽ. വെളിച്ചമേ നയിച്ചാലും എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നില്ലേ? ഇതാ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയേറിയ വെളിച്ചം. നിന്റെ അന്ധത, നിന്റെ അന്ധകാരം, നിന്റെ ആത്മാവിൻ്റെ ഇരുട്ട് നിറഞ്ഞ അനുഭവങ്ങളെ പ്രകാശിതമാക്കാൻ കഴിവുള്ളവനായ കർത്താവ് ഈ അൾത്താരയിൽ. നിന്റെ മനസ്സിൻ്റെ സകല ഭാരങ്ങളിലും സുവിശേഷത്തിന്റെ പ്രകാശം കൊണ്ട് നിന്നെ വീണ്ടെടുക്കാൻ കഴിയുന്ന കർത്താവ്, നിന്റെ ശരീരത്തിന്റെ അശുദ്ധിയിൽ നിന്നും നിന്നെ പൂർണ്ണമായും തൻ്റെ ശരീരത്താലും തൻ്റെ രക്തത്താലും താൻ കടന്നുപോയ സഹനങ്ങളുടെ യോഗ്യതയാൽ സ്വർഗത്തിന്റെ സ്വന്തമാക്കാൻ കഴിവുള്ള കർത്താവ് ഈ അൾത്താരയിൽ. മോളെ, നിനക്കെവിടെയാ ഒരു കുറവുള്ളത്? മോനെ, നിനക്കെവിടെയാ ഒരു ബലഹീനതയുള്ളത്? മക്കളെ, എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ പടിയിറങ്ങിപ്പോയതെന്ന് നമ്മൾ കരുതുന്നത്? എല്ലാം കൂട്ടിച്ചേർക്കാൻ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ സ്വർഗത്തിന്റെ സകല സൗഭാഗ്യങ്ങളും തിരിച്ചു തരാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ആശങ്കപ്പെടുന്നത്? സങ്കീർത്തകൻ ചോദിച്ചോലെ, എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനാകുലപ്പെടുന്നു? കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, അവിടെ നിന്ന് എന്നെ നോക്കിക്കൊള്ളും. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.